മാംഗ്ലൂർ ബൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എയറി ആയിട്ടുള്ള ഒരു ബണ്ണാണ് കേട്ടോ. കർണാടകക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 4 മൈസൂർ പഴമാണ് വേണ്ടത്. മൈസൂർ പഴം അല്ലെങ്കിൽ നമ്മുടെ റോബസ്റ്റ പഴമില്ലേ, അത് 2 മതി. അപ്പോൾ റോബസ്റ്റ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 എടുക്കാം, മൈസൂർ ആണെങ്കിൽ 4 എടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക, ഒരു നുള്ളു ഉപ്പ് ഇടുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം എന്ന് പറയില്ല അത്. ഇനി ഇതെല്ലാം കൂടി ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അധികം വലിയ പീസസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണയൊന്നും എടുത്ത് ചേർക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പരസ്പരം ആ പഴത്തിൻ്റെ മിക്സിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ 2 പൊടികൾ, അതായത് ഒന്ന് ആട്ടപ്പൊടി ഒന്ന് മൈദപ്പൊടി, 2 ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കപ്പിലാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത്. അത് 2ഉം ഒരേ അളവിൽ ചേർത്ത ശേഷം ആദ്യം നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എല്ലാം നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആ പഴത്തിൻ്റെ മിക്സ് എത്തുന്ന ലെവലിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. പക്ഷേ അതേ കൺസിസ്റ്റൻസി അല്ല കേട്ടോ ഇതിനുള്ളത്. നമ്മൾ പഴം ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. പക്ഷേ കുഴപ്പമില്ല. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചൊന്ന് ഓയിൽ, വളരെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് അടച്ചു വെച്ച് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാനിത് 3 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഡോ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഡോയിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒന്ന് നമ്മുടെ ആട്ടയിലോ മൈദയിലോ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത്, കാരണം അത് സ്റ്റിക്കി ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ എല്ലാ ബോൾസും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രോസസ്സ് ഇതിനൊന്ന് പരത്തിയെടുക്കുക എന്നുള്ളതാണ്. പരത്തുന്നത് വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചപ്പാത്തി മാവൊന്നും പരത്തുന്ന പോലെ അധികം ഫോഴ്സ് ചെയ്തിട്ട് ഇത് റോൾ ചെയ്തെടുക്കരുത്. വളരെ സോഫ്റ്റായിട്ട് വളരെ ലൈറ്റായിട്ട് നമ്മളിതിനെ റോൾ ചെയ്താൽ മതി. കുറച്ചൊരു തിക്നെസ്സിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല നമ്മുടെ പൂരിയൊക്കെ പൊന്തി വരുന്ന പോലെ നല്ല പഫി ആയിട്ട് ഇത് പൊന്തി കിട്ടുള്ളൂ. പിന്നെ രണ്ടാമതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്ന ഓയിലിൻ്റെ ഹീറ്റാണ്. നല്ലതായിട്ട് ഹീറ്റ് ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയിൽ വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇവിടെ ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നേരത്തെ ഞാൻ ഓയിൽ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലോട്ട് നമ്മൾ പരത്തിയെടുത്ത് നമ്മുടെ ബണ്ണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് അത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊന്തിയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ എണ്ണ ഒന്ന് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ബോൾ പോലെ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മാംഗ്ലൂർ ബണ്ണിൻ്റെ റെസിപ്പി. സിമ്പിളല്ലേ? എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നില്ലേ? എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് ഒരു ചായയുടെ ഒക്കെ കൂടെ ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നി, ലൈക്ക് നമ്മുടെ ടൊമാറ്റോ, ചില്ലി, മിൻറ്റൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്ന ചട്നിയും കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ലെവലാണ് സാധനം. ഞാൻ ഇവിടെ അങ്ങനെ ഒരു ചട്നിയും കൂടി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പിന്നീട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ബണ്ണ് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. അതൊന്ന് ഇങ്ങനെ ഒരു പീസ് കീറി എടുത്തിട്ട് ആ ചട്നീൻ്റെ കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു പിടി പിടിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയും ഈ സ്വീറ്റ് ആയിട്ടുള്ള ബണ്ണും നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.